ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നമോഭവനിൽ തൃശൂർ ജില്ലാ ഓഫീസിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ദുരിതത്തിലാക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടപ്പനയിൽ ഒരു പാവപ്പെട്ട നിക്ഷേപകൻ തന്റെ സമ്പാദ്യമെല്ലാം എടുത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ ഇപ്പോൾ ആ സഹകരണ ബാങ്കിന്റെ മുമ്പിൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതി വന്നു. ഗൗരവമേറിയ പ്രശ്നങ്ങളാണ് കട്ടപ്പനയിലെ സഹകാരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൻ്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള മുഴുവൻ തുകയും ബാങ്കിലടച്ച സഹകാരി ഭാര്യയുടെയും സഹോദരിയുടെയും ചികിത്സയ്ക്കുള്ള ചെലവ് ചോദിച്ച് പണം പിൻവലിക്കാൻ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് ദേഹോപദ്രവം ഏൽക്കുകയും പിന്നീട് പാർട്ടി നേതാക്കളുടെ വലിയ ഭീഷണി നേരിടുകയും വന്നത്. വളരെ വ്യക്തമായ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. തൻ്റെ മരണത്തിന് ഉത്തരവാദി ഇന്ന ഇന്ന ആൾക്കാരാണ്, ബാങ്കിലെ ഇന്ന ഇന്ന ആൾക്കാരാണ് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് അവിടെ ആത്മഹത്യ നടന്നിരിക്കുന്നത്. മാത്രമല്ല, പിന്നീട് മനസ്സിലായി CPM-ന്റെ ഒരു ഉന്നത നേതാവും അതിഭീകരമായ തോതിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നു. പക്ഷേ കേസ് അന്വേഷിക്കുന്ന പോലീസ് പ്രശ്നത്തിൽ ഉൾപ്പെട്ടത് ഉന്നതരായിട്ടുള്ള CPM നേതാക്കളായതുകൊണ്ട് ആ കേസ് അന്വേഷണം അട്ടിമറിക്കുക. കണ്ണൂരിൽ ADM നവീൻ ബാബുവിൻ്റെ മരണം എങ്ങനെയാണോ തേച്ചുമാറ്റി കളയാൻ പോലീസ് ശ്രമിച്ചത്, അതുപോലെയാണ് കട്ടപ്പനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളെ, ഭീഷണിപ്പെടുത്തിയ ആളുകളെ, ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനക്കാരെ ഒന്നും തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പോലീസിന് താല്പര്യമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. മാത്രമല്ല, ആ സഹകരണ സ്ഥാപനം നിറയെ കൊള്ളയാണ്. അവിടെ നിക്ഷേപിക്കുന്ന പണം വകമാറ്റി ചെലവഴിക്കുന്നു. നാം തൃശ്ശൂർ ജില്ലയിലെ കരുവന്നൂരിലും തൃശ്ശൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിലും എല്ലാം കണ്ട അതേ അഴിമതി തന്നെയാണ് CPM നിയന്ത്രണത്തിലുള്ള കട്ടപ്പനയിലെ ബാങ്കിലും നാം കണ്ടത്. കരുവന്നൂരിലും തൃശ്ശൂർ സഹകരണ ബാങ്കിലും കണ്ടലയിലും മാവേലിക്കരയിലും പുൽപ്പള്ളിയിലും സംസ്ഥാനത്ത് മുഴുവൻ നടന്ന സഹകരണ കൊള്ളയുടെ മറ്റൊരു പതിപ്പ് തന്നെയാണ് കട്ടപ്പനയിലും ഉണ്ടായിരിക്കുന്നത്. ഇത്രയധികം രൂക്ഷമായ പ്രതിസന്ധി സഹകരണ മേഖലയിൽ ഉണ്ടായിട്ടും, വലിയ തോതിൽ അഴിമതികൾ പുറത്തു വന്നിട്ടും, വലിയ കള്ളപ്പണ നിക്ഷേപത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും, സഹകാരികളുടെ പണവും ആധാരവും എടുത്ത് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അവിടെ അഴിമതി നടന്നിട്ടും സഹകരണ മേഖലയെ രക്ഷിക്കാനോ ശുദ്ധീകരിക്കാനുള്ള ഒരു നടപടിയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്തില്ല. അതിന് കാരണം ഈ കേസുകളിലെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത് ഉന്നതരായിട്ടുള്ള പാർട്ടി നേതാക്കളാണ് എന്നുള്ളതുകൊണ്ട്. സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ കേന്ദ്ര സർക്കാർ സഹകരണ നിയമത്തിൽ വലിയ ഭേദഗതികൾ വരുത്തി. കേന്ദ്ര ഗവൺമെന്റ് പുതിയ കോഓപ്പറേറ്റീവ് മിനിസ്ട്രി രൂപീകരിച്ചുകൊണ്ട് ശ്രീ അമിത്ഷാ തന്നെ ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് സഹകരണ രംഗത്ത് വലിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയാണ്. സുതാര്യത, സത്യസന്ധത, സഹകാരികൾക്ക് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നിയമങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോൾ കേരളം മാത്രമാണ് അതിനെ എതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ LDF-ഉം UDF-ഉം കേന്ദ്ര സർക്കാർ സഹകരണ മേഖലയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു എന്നുള്ള ഒരു വ്യാജ പ്രചരണം നടത്തി കേരളത്തിലെ സഹകരണ രംഗത്തെ കള്ളപ്പണക്കാരെ മുഴുവൻ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയിരിക്കും. അതുകൊണ്ട് ഈ കട്ടപ്പന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സഹകരണ മേഖലയിലെ പ്രക്ഷോഭങ്ങളും പ്രചാരണങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കരുവന്നൂർ മോഡൽ സമരം, കണ്ടല മോഡൽ സമരം, മാവേലിക്കര മോഡൽ സമരം, പുൽപ്പള്ളി മോഡൽ സമരം സംസ്ഥാനത്തെ മറ്റ് ഇടങ്ങളിലേക്കും കൂടുതൽ ശക്തമായിട്ട് വ്യാപിപ്പിക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആലോചിക്കുന്നത്. ഈ രംഗത്ത് കുറച്ചുകൂടി സഹകാരികളെ രക്ഷിക്കാൻ, സഹകരണ മേഖലയെ ശുദ്ധീകരിക്കാൻ, സഹകരണ പ്രസ്ഥാനങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ, കാരണം ഈ ആത്യന്തികമായി ഈ പ്രശ്നങ്ങളെല്ലാം കേരളത്തിലെ സഹകരണ രംഗത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുക.
അപ്പോൾ അതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രചാരണവും കേന്ദ്ര സഹകരണ നിയമങ്ങൾ സംസ്ഥാനത്ത് ശക്തമാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കും പോകണമെന്നാണ് പാർട്ടി ആലോചിക്കുന്നത്. കേരളത്തിൽ വലിയ തോതിലുള്ള കേന്ദ്ര സഹായം എല്ലാ മേഖലകളിലും, സഹകരണ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ 405 കോടി രൂപയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവിടെയെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള 405 കോടി രൂപയുടെ ധനസഹായം ഒറ്റയടിക്ക് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിരിക്കണം. സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു കേന്ദ്ര സർക്കാരോ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് ഒറ്റയടിക്ക് ഇത്രയധികം തുക ഒരുമിച്ച് നൽകിയ ഒരു കാലം ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത് നമുക്ക് നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേരള സർക്കാർ കാണിച്ച അലംഭാവവും താല്പര്യക്കുറവും അതിനെതിരായിട്ടുള്ള നിഷേധാത്മകമായ നിലപാടുമാണ് കേരളത്തിന് പല കാര്യങ്ങളും ലഭിക്കാതെ പോകുന്നതിനുള്ള ഒരു കാരണം. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുമ്പോൾ അതെന്തോ BJPയുടെ അജണ്ടയാണ് എന്നുള്ള ഒരു വ്യാജ പ്രചരണം കുറച്ച് കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളും NEP-യിലെ വളരെ പുരോഗമനപരമായിട്ടുള്ള, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നതിൽ ഊർജ്ജസ്വലമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇടപെടുകയാണ്, എക്സെപ്റ്റ് കേരള. NEP-ക്കെതിരായിട്ടുള്ള വലിയൊരു കള്ളപ്രചരണം ഇവിടെ നടത്തി. അതിൻ്റെ ഫലമായിട്ട് പല കാര്യങ്ങളിൽ നമുക്ക് പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. സഹകരണ രംഗത്ത് പറഞ്ഞതുപോലെ കേന്ദ്ര നയത്തിനെതിരായിട്ടുള്ള കള്ളപ്രചാരണം സഹകരണ മേഖലയെ എങ്ങനെ തകർത്തോ അതേപോലെ വിദ്യാഭ്യാസ മേഖലയിലും ഈ തരത്തിലുള്ള ഒരു പ്രചാരണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടമായി. കാശ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, ഞങ്ങളുടെ കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വളരെ മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ട് നമ്പർ 1 ആയതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ്. അങ്ങനെയല്ല. വിദ്യാഭ്യാസ മേഖലയെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണം തന്നിരിക്കുന്നത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം കുറയുന്നു. സർവകലാശാലകളുടെ ഗവേഷണ വിഭാഗങ്ങൾ ആളുകൾ പൂച്ചപ്പെറ്റ് കിടക്കുന്ന സ്ഥിതിയാണ്. അവിടെ ഒരു വിദ്യാർത്ഥിയും വരാത്ത സാഹചര്യം വന്നിരിക്കുന്നു. റെഗുലർ കോളേജുകളിൽ പോലും, പ്രസ്റ്റീജിയസ് റെഗുലർ കോളേജുകളിൽ പോലും, സാധാ ഡിഗ്രി ക്ലാസ്സിൽ പോലും പഠിക്കാൻ കുട്ടികളില്ലാതാവുന്നു. വലിയ ബ്രെയിൻ ഡ്രെയിൻ ഇവിടെ നിന്ന് ഉണ്ടാവുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ആളുകൾ വിദ്യാഭ്യാസത്തിന് പോകുന്നു. നമ്മുടെ സർവകലാശാലകളെ ഗവേഷണത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ആരും വരാത്ത സാഹചര്യം ഉണ്ടാവുന്നു. വിദേശ സർവകലാശാലകളിലേക്ക് ആളുകളുടെ പ്രവാഹം, ആ തടസ്സം, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ ഇവിടെ വേണമെന്ന് പറഞ്ഞപ്പോൾ പഴയ കമ്പ്യൂട്ടർ വിരുദ്ധ സമരം പോലെ SFIക്കാരെയും DYFIക്കാരെയും കൊണ്ട്, കുഞ്ഞാടുകളെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്നു ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇവിടുത്തെ ഓഫ് ക്യാമ്പസുകളെ സമീപിക്കാൻ സാധിക്കുന്നില്ല. വിദേശത്ത് കൂടുതൽ പണം കൊടുത്ത് പഠിക്കേണ്ട സാഹചര്യം വരുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ ആളുകൾ വരാത്ത സ്ഥിതിയാണ്. അതിൻ്റെ നിലവാര തകർച്ച, വൈസ് ചാൻസലർമാരെ, ഫാക്കൽറ്റീസിനെ, പ്രൊഫസർമാരെ ഒക്കെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ നിന്നുള്ള ഇന്ത്യയിൽ ഒരിടത്തും കാണാത്ത തരത്തിലുള്ള പൊളിറ്റിക്കൽ പാർട്ടി കത്ത് കൊടുത്താൽ പ്രൊഫസർമാരാവുന്ന, പ്രിൻസിപ്പൽമാരാവുന്ന, VCമാരാവുന്ന ഒരു നാട് കേരളം മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. എന്തായാലും കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള സഹായമാണ് കേരളത്തിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിനെ മാതൃകാപരമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വെറും മേനി പറച്ചിൽ കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കപ്പെടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കേന്ദ്ര നടപടികൾ കൂടുതൽ ചർച്ചയാവുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രചാരണങ്ങൾ സംഘടിപ്പിക്കും. ഭാരതീയ ജനതാ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നതിന് വേണ്ടി നല്ല തയ്യാറെടുപ്പുകൾ താഴെ തലത്തിൽ ജനങ്ങളുടെ കൂടുതൽ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ കമ്മിറ്റികൾ വിഭജിക്കുകയാണ്. നേരത്തെ വാർത്തകൾ വന്നിരുന്നു. അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം നൽകുകയാണ്. കേരളത്തിൽ ഇപ്പോൾ 14 റവന്യൂ ജില്ലാ കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജില്ലാ സംവിധാനങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിത് 30 ജില്ലാ കമ്മിറ്റികളായിട്ട് വിഭജിച്ച് കൂടുതൽ യൂണിറ്റുകൾ ചെറുതാക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ 14 അസംബ്ലി മണ്ഡലങ്ങൾ, 28 പാർട്ടി മണ്ഡലങ്ങളാണുള്ളത്. 13 അസംബ്ലി മണ്ഡലങ്ങളും 26 പാർട്ടി മണ്ഡലങ്ങളാണുള്ളത്. അതിനെ 3 ജില്ലകളായിട്ട് 10 മണ്ഡലങ്ങളും ഒരു
ജില്ലയും 8 മണ്ഡലങ്ങളുള്ള ഒരു ജില്ല. അതായത് 4 4 5 അല്ല 4 4 കറക്റ്റ് 5. അപ്പോൾ ഞാൻ വേണമെങ്കിൽ വായിക്കാം ഓരോ ജില്ല, എല്ലാ ജില്ലയും വായിക്കണ്ടല്ലോ. തിരുവനന്തപുരം ജില്ലയെ ഇതുപോലെ 3ആയിട്ടാണ് വിഭജിക്കുന്നത്. കൊല്ലം ജില്ല 2ആയിട്ട് വിഭജിക്കുന്നു. പത്തനംതിട്ട ഒരു ജില്ലയായിട്ട് തന്നെ തുടരും, അവിടെ 5 മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളത്. ആലപ്പുഴ ജില്ല 2ആയിട്ട് വിഭജിക്കും. കോട്ടയം ജില്ല 2ആയിട്ട് വിഭജിക്കും. എറണാകുളം ജില്ല 3ആയിട്ട് വിഭജിക്കും. ഇടുക്കി ജില്ല 2ആയിട്ട് വിഭജിക്കും. തൃശ്ശൂർ ജില്ല 3ആയിട്ട് വിഭജിക്കും. പാലക്കാട് ജില്ല 3ആയി വിഭജിക്കും. മലപ്പുറം ജില്ല 3ആയിട്ട് വിഭജിക്കും. കോഴിക്കോട് ജില്ല 3ആയിട്ട് വിഭജിക്കും. വയനാട് ജില്ലയിൽ വിഭജനമില്ല. കണ്ണൂർ ജില്ല 2ആയിട്ട് വിഭജിക്കും. കാസർഗോഡ് ജില്ല 2ആയിട്ട് വിഭജിക്കും. കാസർഗോഡ് ജില്ലയിൽ വിഭജനമില്ല. അങ്ങനെ ആകെ 30 ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരും. അപ്പോൾ ഇനി മുതലുള്ള 280 പാർട്ടി മണ്ഡലങ്ങളും 30 ജില്ലാ കമ്മിറ്റികളും അടങ്ങുന്ന വിപുലമായിട്ടുള്ള സംവിധാനങ്ങളാണ് പാർട്ടി താഴെ തലത്തിൽ കൂടുതൽ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളാണ് ഒരുക്കുന്നത്. കഴിഞ്ഞ ദിവസം സിപിഎമ്മിലെ പോളിറ്റ് അംഗം വിജയരാഘവൻ പറഞ്ഞത് ഈ പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും വർഗീയ ചേരികളാണ്, ആ പിന്തുണയോടുള്ള പ്രിയങ്ക ജയിച്ചതാണ്. അല്ല, പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും മാത്രമല്ല, വിജയരാഘവന്റെ മുന്നിലും പിന്നിലും ഉള്ളതും വർഗീയ ശക്തികൾ തന്നെയാണ്. പ്രിയങ്കയുടെ മുന്നിലും പിന്നിലും വർഗീയ ശക്തികളാണ് എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ലല്ലോ. എന്താ ഇപ്പോൾ ഒരു വെളിപാട് വിജയരാഘവന് തോന്നാൻ കാരണം? ഈ 2 മുന്നണികളും കേരളത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. വർഗീയ ശക്തികളാണ് അവരുടെ ആകെയുള്ള കൈമുതൽ. വിജയരാഘവന്റെ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടും പോപ്പുലർ ഫ്രണ്ടുമായിട്ടും PDPയുമായിട്ടും വെൽഫെയർ പാർട്ടിയും ഒക്കെ ആയിട്ടും അവർ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി LDFും UDFും അവരവരുടെ സൗകര്യം അനുസരിച്ച് വർഗീയ ശക്തികളുമായിട്ട് ചേർന്ന് പ്രചാരണം നടത്തുക. വിജയരാഘവൻ ഇങ്ങനെ ഒരു വെടിയിപ്പ് പൊട്ടിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നല്ല ജനപിന്തുണ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് അവർക്ക് നഷ്ടമായി. അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ വെടികൾ പൊട്ടിക്കും. പക്ഷേ പാർട്ടിക്കകത്തെ ആളുകൾ അത് സമ്മതിച്ചു കൊടുക്കില്ല. ഇപ്പോൾ മെക്സവനെതിരായിട്ട് വലിയ പ്രചാരണം CPM നടത്തി. മെക്സവൻ വ്യായാമ കൂട്ടായ്മ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അതിന് ലഭിക്കുന്നു. 72 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് പറഞ്ഞ ആൾ വിഴുങ്ങിപ്പോയി. എന്താ കാരണം? മുഹമ്മദ് റിയാസും സംഘവും എല്ലാം ചേർന്ന് ആ പറഞ്ഞ ആൾക്കെതിരായിട്ട് ശക്തമായ നില സ്വീകരിച്ചു. പാർട്ടിക്കകത്ത് ഇപ്പോൾ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നത് PFI നിരോധനത്തിന് ശേഷം ആ PFIക്കാരെ എങ്ങനെ പാർട്ടി സഖാക്കളാക്കാം എന്നുള്ള ആലോചനയിലാണ് CPMൽ ഒരു വിഭാഗം ഏർപ്പെട്ടിരിക്കുന്നത്. കൊല്ലത്തും ആലപ്പുഴയിലൊക്കെ നമ്മൾ കണ്ട വിഭാഗീയതയുടെ ഒരു മൂല കാരണം ഇത് തന്നെയാണ്. കണ്ണൂരിലും കോഴിക്കോട്ടും എല്ലാം ഇത് കാണാം. അപ്പോൾ അത് ഒരു വിഭാഗം വളരെ ശക്തമായിട്ട് PFI ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ പാർട്ടിയിലേക്ക് ആൾക്കാരെ ചേർക്കുകയാണ്. ഈ ലീഗും DYFI തമ്മിലുള്ള മത്സരം തന്നെ അതിനു വേണ്ടിയിട്ടാണ്. PFI നിരോധനത്തിന് ശേഷം അവരുടെ അണികളെ ആർക്കാണ് കൂടുതൽ കിട്ടുന്നത്. അതേസമയം ഞങ്ങൾ ഇപ്പോൾ കുറച്ച് മതനിരപേക്ഷത ചൂണ്ടിക്കാണിക്കുന്നതെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും വിജയിക്കില്ല. CPMന് ഒരു ആത്മാർത്ഥതയും ഇക്കാര്യത്തിലില്ല. ഞങ്ങൾ ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് ഞങ്ങൾക്കുണ്ട്. ഭൂരിപക്ഷ സമുദായത്തെ വഞ്ചിക്കാനുള്ള ഒരു കുറുക്കൻ തന്ത്രം മാത്രമാണിത്. CPMന്റെ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഒരു കള്ളത്തരമാണ്. യഥാർത്ഥത്തിൽ ഒരു നിലപാടും അവർക്ക് ഇക്കാര്യത്തിലില്ല. അവർ ഒരു അഴകുഴമ്പൻ സമീപനമാണ് ഉള്ളത്. അവർക്ക് ഒരു ക്ലാരിറ്റി ഈ വിഷയത്തിലില്ല. വർഗീയ ശക്തികളോടുള്ള നിലപാടിൽ എന്തു വേണം എന്നുള്ള കാര്യത്തിൽ ഒരു നിലപാടും അവർക്ക് ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആശയപാപരത്വമാണ് ഈ സമ്മേളനത്തിൻ്റെ പല ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നത്. ആശയപരമായിട്ടുള്ള വലിയൊരു ഭിന്നിപ്പിൻ്റെ ഒരു അപജയത്തിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.